ശബരിമലയിൽ വീണ്ടും തിരക്ക്. 10 മണിക്കൂറോളം ക്യൂ നിന്നാണ് പലരും ദർശനത്തിനായി എത്തുന്നത്. മണ്ഡലകാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ തിരക്ക് ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകാരെ സന്നിധാനത്ത് വിന്യസിക്കും. ഞങ്ങൾ 3 മണിയാകുമ്പോൾ 3 മണിക്ക് വരിക്കുന്ന തുടങ്ങിയിട്ട് ഈ സമയം വരെ വരിക തന്നെയാണ്. ഇതുവരെ കയറാൻ കഴിഞ്ഞില്ല. ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ഒരു പഴം രാവിലെ കൊടുത്തേക്കും. മോളെന്തെങ്കിലും കഴിച്ചോ? ഇന്നലെ രാത്രി പകല് 3 മണിക്ക് കയറിയതാ ലൈനിൽ. 1:30 പമ്പര അവിടെ എത്തിയാണ്. പമ്പയിൽ നിന്ന് കയറാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഇവിടെ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ലൈൻ നീങ്ങുന്നുണ്ട്. പമ്പരവിടെ തീരെ ലൈൻ നീങ്ങുന്നുണ്ടായിരുന്നില്ല. 48 hours queue. Pamba vandirukku. Shame on us and Kerala government. Very shame on us. 48 hours we are living here. See that children's are there. No facilities also are not available here. Even drinking water also not available here. Shame on us Kerala government. Lot of fund is available. But no use. No one will take care right now. 2 മണിക്ക് കയറിയതാ. ഇത് നോക്കി ഇപ്പൊ ഈ സമയമായിട്ട് 18 മണിക്ക് കയറാനില്ല. ഇതിന്റെ കാരണം എന്താ അറിയോ? അവിടെ ഹാളതാ. ആ ഹാളിൽ നിർത്തിയാണ് മണിക്കൂർ കണക്കിന് പിടിച്ചു നിർത്തുക. ഇതാ കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ സാറേ. എന്താ ഇതുവരെ എങ്ങനെ ഉണ്ടായില്ല. ഞാൻ 17 കൊല്ലം 17ാമത്തെ കൊല്ലം ഈ വരുന്നത്. ഇതുവരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. ശ്യാം പ്രസാദ് ഉത്തമൻ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം പ്രസാദ്, അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സന്നിധാനത്ത് തിരക്കേറുകയാണല്ലോ. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് തിരക്ക് നിയന്ത്രിക്കാനുള്ളത്? ഇന്ന് വെർച്വൽ ക്യൂ വഴി എത്ര പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും, കാരണം മണ്ഡലകാലം കഴിയാറായി, ഇനിയുള്ള ദിവസങ്ങളിലും തിരക്ക് കൂടാൻ തന്നെയല്ലേ സാധ്യത? അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ ക്രമീകരണങ്ങളുണ്ട്? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അജിത, ഈ മണ്ഡലപൂജയ്ക്കും അതോടൊപ്പം തന്നെ മകരവിളക്ക് മഹോത്സവത്തിന് ഇനി അധികം നാളില്ല. മണ്ഡലപൂജയ്ക്ക് ഇനി 7 നാൾ കൂടിയുള്ളൂ. മകരവിളക്ക് മഹോത്സവം ജനുവരി 14-നാണ്. അപ്പോൾ അതിനാൽ തന്നെ ഈ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. നിലവിൽ ജനുവരി 11 വരെ ഏകദേശം ഈ പറയുന്ന ബുക്കിംഗ് 90,000-ന് മുകളിലാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് 90,000-ന് മുകളിലാണ്. സ്പോട്ട് ബുക്കിംഗ് ഏകദേശം 8,000-ന് നൽകുന്നത്. അങ്ങനെ ഇപ്പോൾ തന്നെ പ്രതിദിനം ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ഭക്തർ, തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഇവിടെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഭക്തർ പലപ്പോഴും അസ്വസ്ഥരാകുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് വെള്ളവും ഭക്ഷണവും ഒന്നും ഈ പമ്പയിൽ നിന്ന് ഈ സന്നിധാനം വരെയുള്ള മറ്റ് ഇടങ്ങളിൽ ലഭ്യമാകുന്നില്ല. അങ്ങനെ മണിക്കൂറുകളോളം അവർ അവിടെ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടം തന്നെയാണ് ഇന്നലെ പോലീസുമായിട്ടൊക്കെ ചെറിയ വാക്കേറ്റത്തിലേക്കൊക്കെ ഭക്തർ പോവുകയും മറ്റുമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ ഫ്ലൈ ഓവറാണ്. ഈ ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. സ്വാമി, എങ്കേന്ന് പറഞ്ഞു? நான் சென்னையிலேருந்து வரேன். படியில் ஃபர்ஸ்ட்லாம் நான் 14வது வருஷம் வரேன். இந்த வாட்டி அடிக்கிறாங்க, முதுகுல குத்தி தூக்கி தள்ளுறாங்க. அது வேணா என்னோட கம்ப்ளைண்ட்டாக இருக்கும். தமிழ்நாட்டிலேருந்து வந்திருக்கேன், பல்லாவரம். சரிங்களா? போலீஸ்காரங்க ரொம்ப அடிக்கிறாங்க எல்லாரையும். திருப்பத்தூர் சாமி, ஃபுல் கூட்டம் சாமி. நான் நேற்று சாயங்காலம் 6 மணிக்கு பம்பையிலேருந்து கிளம்புங்க சாமி. இப்போதான் சாமி பக்கத்து வரேன். 6 மணிக்கு எல்லாம் ஒரே கூட்டு தான் சாமி. 6 மணிக்கு கிளம்புந்து என்னது சொல்ற கஷ்டம். இந்த குழந்தையெல்லாம் வச்சு ரொம்ப சிரமம். கடிச்சிச்சு தண்ணி எல்லாம் கொடுத்தாங்க. ஏலூர் വിജയവാഡ. എന്തായാലും ഭക്തർ അസ്വസ്ഥരാണ്. കാരണം ഇവരെ എത്രയും പെട്ടെന്ന് കയറ്റിവിടാനുള്ള തത്രപ്പാട് തന്നെയാണ് പോലീസ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പോലീസിനെതിരെയൊക്കെ ഭക്തർ പറഞ്ഞത്. അങ്ങനെ ഈ കൃത്യമായ രീതിയിൽ അല്ല നിയന്ത്രണങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് ഭക്ഷണം, അതോടൊപ്പം തന്നെ വെള്ളം, അതൊന്നും എല്ലാ ഇടങ്ങളിലും ഈ പറയുന്ന സന്നിധാനത്തിനപ്പുറത്തേക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിൽ ശബരിപീഠം തൊട്ടപ്പുറം വരെ, അതായത് മരക്കൂട്ടത്തിനടുത്തേക്ക് ഈ ക്യൂ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ പുലർച്ചെ 3 മുതൽ ഇപ്പോൾ ഏകദേശം ഈ സമയം വരെ നിലവിൽ ദർശനം നടത്തിയിരിക്കുന്ന ഭക്തരുടെ എണ്ണം 35,000-ന് മുകളിലാണ്. ഇന്നലെയും ഏകദേശം രാത്രി 11 മണിക്ക് നടയടക്കുന്ന സമയമാകുമ്പോൾ 96,000-ന് അടുത്തെത്തി. അങ്ങനെ ഈ പറയുന്ന ദിവസങ്ങളിലെല്ലാം 1 ലക്ഷത്തിനടുത്ത് ഭക്തർ ദർശനം നടത്തുന്നുണ്ട്. അങ്ങനെ ദർശനം നടത്തുമ്പോൾ ഈ ക്രമീകരണങ്ങളൊക്കെ താളം തെറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുതന്നെയാണ് ഭക്തർക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. കാരണം ഇന്നലെ രാത്രി പോലീസുമായിട്ടൊക്കെ വാക്കേറ്റം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പാച്ചിമേടിനടുത്ത് അവിടെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ. ഈ ക്യൂ കോംപ്ലക്സുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അവിടെയൊന്നും കൃത്യമായ രീതിയിൽ വേണ്ട സജ്ജീകരണങ്ങളില്ല എന്ന ഒരു വസ്തുത കൂടി ഭക്തർ പറയുന്നുണ്ട്. ഈ ക്യൂ കോംപ്ലക്സുകളിൽ വരുമ്പോഴും ശ്യാം പ്രസാദ്, ഈ ശ്യാം ഇപ്പോൾ അവിടെ കുറച്ച് ദിവസമായി ഉണ്ടല്ലോ.
അപ്പോൾ ഭക്തരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ക്രമീകരണങ്ങൾ പോരാ, അതിലപ്പുറത്തേക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷമാണോ ഉള്ളത്? അതോ ഏതെങ്കിലും തരത്തിലുള്ള ക്രൗഡ് മാനേജ്മെന്റ് പാടുന്നതാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറേ നേരം ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത്? കൂടുതൽ ആളുകൾ എത്തുന്നത് കൊണ്ട് തന്നെയല്ലേ? അഞ്ജിത, അതായത് തീർച്ചയായിട്ടും അതായത് ഈ തിരുപ്പതി മോഡൽ ക്യൂ കോംപ്ലക്സുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഭക്തർക്ക് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഭക്തർ നേരിട്ട് തന്നെ പറയുന്നത് അത് പ്രായോഗികമായും അത് ഗുണകരമല്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ക്യൂ കോംപ്ലക്സുകളിൽ നിറയുന്നതിനപ്പുറത്തേക്ക് ആ ക്യൂ കോംപ്ലക്സുകളും കവിഞ്ഞ് ഈ പറയുന്ന വരികൾക്കപ്പുറത്തേക്ക് ഈ ഭക്തർ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ മണിക്കൂറുകളോളം ഈ ഗ്രില്ലിനകത്ത് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ കൃത്യമായി ഇവർക്ക് വെള്ളവും ഭക്ഷണവും എത്തിക്കാൻ കഴിയുന്നില്ല. അത് ഒരുപക്ഷെ വേണ്ടത്ര ആളുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അത് എത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളടക്കമുള്ളവർ ഒക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. അങ്ങനെ വരുന്ന സ്വാമിമാർക്ക് പോലും കൃത്യമായിട്ട് വെള്ളവും ഭക്ഷണവും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ആ അസ്വസ്ഥതകൾ തന്നെയാണ് ഇന്നലെ പോലീസുമായിട്ടൊക്കെ ഉണ്ടായ ചെറിയ വാക്കേറ്റം പോലും ഉണ്ടായത്. എന്തായാലും നിലവിലും ഇപ്പോഴും അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പോയാലോ, അവിടെ ക്യൂ നിൽക്കുന്ന ഭക്തർക്കായിരിക്കുമല്ലോ കൂടുതൽ അതേക്കുറിച്ച് പറയാൻ കഴിയുക. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. 18 గంటలు పడుతుంది. സ്വാമി എങ്കേന്ന് പറഞ്ഞത് சிதம்பரத்துலேருந்து வருது. தண்ணி கிடைச்சா? கிடைச்சு தண்ணி கிடைச்சது. அடிச்சு விடுறாங்க. ரொம்ப கஷ்டமா இருக்கு. ரொம்ப கஷ்டமா இருக்கு. கால்லாம் வலிக்கு. சின்ன குழந்தைங்க 3 மணிக்கு ஏறினது ഇനി കാലിലാണ് ഇപ്പോഴാണ് പാക്കുന്നത് സ്വാമി. അങ്ങനെ അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ പോലും ഈ നടപ്പന്തൽ പോലും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ 18-ാം പടിയിൽ ഒരു മണിക്കൂറിൽ 4500ഓളം പേരെ 4000 പേരെ വരെ കയറ്റി വിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന രീതിയിൽ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ ഭക്തർക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ വലിച്ചു കയറ്റി ഇവരെ വിടുന്നു. കാരണം ഈ അതിനനുസൃതമായിട്ടുള്ള ഒരു ഔട്ട്ഫ്ലോ ഇവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. ഈ സന്നിധാനത്ത് തങ്ങുമ്പോൾ ഈ പറയുന്ന പമ്പയിൽ നിന്നും ഈ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സന്നിധാനത്ത് നിന്ന് തിരികെ പോകുന്ന ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ എന്ന ഒരു സംശയമുണ്ട്. കാരണം അത്രയേറെ വലിയ ഒരു തിരക്ക് നിലവിൽ ഈ സന്നിധാനത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ഭക്തർ പറയുന്നുണ്ട്. അതുതന്നെയാണ് ഭക്തർ. സ്വാമി എങ്കീന്ന് പറഞ്ഞത് ചെന്നൈ തണ്ണിയൊക്കെ കിടച്ചാ? തണ്ണിയൊക്കെ കിടച്ചാ? തണ്ണി കിടക്കുതാ? പമ്പയിൽ നിന്ന് എപ്പോ പുറപ്പെട്ടു? நேற்று நைட் 8 o'clock நிற்கின்ற உண்டு. எதுவும் சிரமம் இருந்ததா இங்கே வழியில? இல்லை, இங்கே படிக்கட்டு இடும்போது போலீஸ்காரங்க இழுத்து விடும்போது தள்ளிக்க வந்துட்டேன். வேறு எதுவும் இல்லை, எதுவும் பிரச்சனை இல்லை. അതായത് ഈ 18-ാം പടിയിലും മറ്റുമൊക്കെ നിൽക്കുന്ന പോലീസുകാർ ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് വേറൊന്നുമല്ല, ഇവരെ വലിച്ചു കയറ്റാൻ പാടുപെടുന്ന ഒരു ശ്രമം അതിനിടയിൽ സംഭവിക്കുന്നതാണ് എന്നതാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ വലിയൊരു തിരക്ക് ഇപ്പോൾ നേരത്തെ ആ രീതിയിലേക്ക്, അതായത് 1 ലക്ഷത്തോളം പേരെ ഒക്കെ ഒരു ദിവസം താങ്ങാനുള്ള ആ ഒരു ശേഷി എവിടെ ഉണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ ജനുവരി 11 വരെ ഏകദേശം 90,000-ന് മുകളിലാണ് എന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോഴും ഈ ദിനം പ്രതി ഈ സ്പോട്ട് ബുക്കിങ്ങുകളുണ്ട്. ഈ സ്പോട്ട് ബുക്കിങ്ങുകൾ കൂടി വരുന്നതോടുകൂടി ആണ് ഈ 1 ലക്ഷത്തോളം പേർ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഇടത്താവളങ്ങളിലൊക്കെ ഇന്നലെ പലപ്പോഴും പമ്പയും നിലയ്ക്കലും ഒഴികെയുള്ള ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ച് ഇടേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം പോലീസുമായിട്ടൊക്കെ വാക്കേറ്റം ഉണ്ടായി. ഈ ഭക്തർക്ക് കൃത്യമായ രീതിയിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ഇടങ്ങളിൽ മാത്രമാണ് പിടിച്ചിടുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ഭക്തർ അസ്വസ്ഥരാകുന്നത് ഈ ക്യൂവിനകത്ത് മണിക്കൂറുകളോളം നിൽക്കുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രശ്നമാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ പങ്കുവയ്ക്കുന്നത്. അഞ്ജിത. ശ്യാംപ്രസാദ്, ഇനിയിപ്പോൾ മണ്ഡലപൂജ 27-നാണ്. അപ്പോൾ അതിലേക്കൊക്കെ അടുക്കുമ്പോൾ ഇനിയും ഭക്തരുടെ എണ്ണം കൂടില്ലേ? അപ്പോൾ ഇതിലപ്പുറമായിരിക്കില്ലേ സ്ഥിതി? തീർച്ചയായിട്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിയന്ത്രണം, ഒരു ക്രമീകരണം ഏർപ്പെടുത്തേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ.